നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. സൊമാലിയൻ തീരത്ത് ഹൈജാക്ക് ചെയ്ത ലൈബീരിയൻ കപ്പലിൽ ഇന്ത്യക്കാർ ഉള്ളതായി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട് ഇന്ത്യൻ നാവികസേന. കപ്പലിലെ 15 ജീവനക്കാർ ഇന്ത്യക്കാർ ആണെന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നത്. തട്ടിക്കൊണ്ടുപോയ കപ്പലായ MV ലീല നോർഫോൾഡ് നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. നാവികസേനയുടെ വിമാനം കപ്പലിൽ നിരീക്ഷണം നടത്തി ജീവനക്കാരുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ചെന്നൈ ഹൈജാക്ക് സാഹചര്യം നേരിടാൻ നിലവിൽ തട്ടിക്കൊണ്ടുപോയ കപ്പലിന് സമീപത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് കപ്പൽ തട്ടിക്കൊണ്ടുപോയതായി സന്ദേശം ലഭിച്ചത്. അജ്ഞാതരായ സായുധ സംഘമാണ് കപ്പൽ ഹൈജാക്ക് ചെയ്തത്. ചരക്ക് കപ്പലാണ് തട്ടിയെടുത്തത് എന്നാണ് വിവരം. സായുധ സംഘം കപ്പലിൽ കയറിയതായി ഇന്ത്യൻ നാവികസേനയ്ക്ക് UKMTO പോർട്ടലിൽ സന്ദേശം ലഭിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ത്യൻ നാവികസേന ഒരു മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് വിക്ഷേപിക്കുകയും കപ്പലിനെ സഹായിക്കാൻ INS ചെന്നൈ വഴിതിരിച്ചുവിടുകയും ചെയ്തതായി ANI റിപ്പോർട്ട് ചെയ്തു. പ്രദേശത്ത് മറ്റ് ഏജൻസികളുമായി പ്രവർത്തനം ഏകോപിപ്പിച്ച് മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് നാവികസേന അറിയിച്ചു. കടൽക്കൊള്ള പോലുള്ള സംഭവങ്ങൾക്ക് പേരുകേട്ട മേഖലയാണ് സൊമാലിയൻ തീരം. അതേസമയം ഹൂതി സേന മേഖലയിൽ നിരവധി വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതിനെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ചെങ്കടലിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഇന്ത്യ അറിയിച്ചു. വടക്കൻ മധ്യ അറബിക്കടലിൽ നിരീക്ഷണം നിലനിർത്തുന്നതിനും സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതുമായി കപ്പലുകളും വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നുമുണ്ട്. ഇന്ത്യൻ കപ്പലുകളിലും നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ചെങ്കടലിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ നിരവധി വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. നിലവിൽ ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പൽ സൊമാലിയൻ തീരത്താണ് തട്ടിക്കൊണ്ടുപോയത് എന്നതിനാൽ തന്നെ ഇതിന് ഹൂതികളുമായി ബന്ധമുണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ട്. മുൻപ് കടൽക്കൊള്ളയ്ക്ക് പേരുകേട്ട ഇവിടെ ഇപ്പോൾ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ആക്രമണങ്ങൾക്ക് കുറവ് വന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ സൊമാലിയൻ തീരത്ത് കപ്പൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട വാർത്ത പുറത്തുവരുന്നത്.